ഹലോ എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിപാറ്റ് 2025 കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ അതായത് ജിപാറ്റ് 2025 കുറിച്ച് ഒരു ഓവർവ്യൂ ഞാൻ നിങ്ങൾക്ക് തരാം. പിന്നെ അത് എഴുതിയാലുള്ള ഉപകാരം, ഫോർ എക്സാമ്പിൾ ഇപ്പം പുതിയ കുട്ടികൾ തേർഡ് ഇയറിലെ അല്ലെങ്കിൽ സിക്സ്ത് സെമ്മിലെ കുട്ടികൾ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ എയ്ത്ത് സെമ്മ് സെവൻത്ത് സെമ്മിലൊക്കെ കുട്ടികൾ കാണുകയാണെങ്കിൽ അവർക്കൊരു ഇൻസൈറ്റ്സ് കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇഫ് യു ആർ ന്യൂ ഹിയർ, നിങ്ങൾ ഈ ഒരു ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ, മൈ നെയിം ഈസ് ഷമീർ മർവാൻ കെ. ഐ വർക്ക് ഇൻ എ ഫാർമ കമ്പനി, ഇൻ എ റെപ്യൂട്ടഡ് ഫാർമ കമ്പനി, ആൻഡ് I completed my M.Pharm or MS Pharm from NIPER Hyderabad in pharmaceutical analysis. So I work in industry. So എനിക്ക് ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും, റാദർ ദാൻ സമ്മൺ ഹൂ ഈസ് നോട്ട് വർക്കിംഗ് ഇൻ ഇൻഡസ്ട്രി. സൂപ്പർഫിഷ്യലായിട്ട് പുറത്തുനിന്ന് നോക്കി കാണുന്ന ഒരാളെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സയൻറ്റിസ്റ്റ് ആവാനോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലോട്ട് പോകാനൊക്കെ ആസ്പയറിങ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ, സോ ഡെഫിനറ്റ്ലി ദിസ് ചാനൽ വിൽ ഹെൽപ്പ് യു ഔട്ട്. സോ അങ്ങനത്തെ കോണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ കൂടാം. എന്തായാലും ബെനിഫിറ്റഡ് ആവും. കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നില്ല. ഫാം ഡിയെ കുറിച്ച് 2 വീഡിയോസ് ചെയ്തു, പിന്നെ എനിക്ക് അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ റെസ്റ്റ് അഷ്യൂർഡ്, ഐ വിൽ ബി മേക്കിംഗ് വീഡിയോസ്, ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. You will be getting the contents regarding pharma and all related things. Okay, so നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിപാറ്റ് 2025 കുറിച്ചിട്ടാണ്. ഓക്കെ, സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്നാണ് പിന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങേണ്ടത്, ലാസ്റ്റ് ഡേറ്റ്, എക്സാമും കാര്യങ്ങളൊക്കെയാണ്. സോ ഇപ്രാവശ്യം എക്സാം നടത്തുന്നത് NBEMS ആണ്, നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ മെഡിക്കൽ സയൻസസ്. സോ ഇറ്റ് വിൽ ബി എ CBT, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. സോ നിങ്ങൾക്ക് നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിലും നമ്മൾ രജിസ്റ്റർ ചെയ്താൽ അവരെ സെൻറ്ററിൽ പോയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അത് കൺഫേംഡ് അല്ല അവരുടെ സെൻറ്റർ എവിടെയൊക്കെയാണുള്ളതെന്ന്. സോ ഇനീഷ്യലി NTA ആയിരുന്നു എക്സാം നടത്തിയിരുന്നത്, നീറ്റൊക്കെ നടത്തുന്ന NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സോ അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വാസ് വെരി ഗുഡ്, ടോട്ടലി ഹൗ ദേ കണ്ടക്റ്റഡ് ദ എക്സാം, എവറിഥിങ് വാസ് റിയലി ഗുഡ്. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഐ തിങ്ക് IPA നടത്തി. പിന്നെ അന്ന് എക്സാമിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പേര് കോപ്പി അടിച്ചു എന്നൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ടെക്നിക്കൽ ഗ്ലിച്ചുകളും. പക്ഷേ ഇപ്രാവശ്യം ഐ തിങ്ക്, ഇഫ് ഐ ആം കറക്റ്റ്, കഴിഞ്ഞ പ്രാവശ്യം IPA ആണ് നടത്തിയത്, ഇപ്രാവശ്യം നടത്താൻ പോകുന്നത് NBEMS ആണ്. ഓക്കെ, അവരുടെ ഫീ ഒക്കെ കുറച്ച് ഹൈ ആണെന്നാണ് ഞാൻ കേട്ടത്. അത് ഒഫീഷ്യൽ അല്ല, ഫീസൊന്നും അവരിപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല, അതൊക്കെ ഇനിയിപ്പോൾ വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇവരെ എക്സാം പറയുന്നത്, എക്സാം ഇവർ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 25th മെയ് ആണ്. ഓക്കെ, കമ്മിങ് 25th മെയ് ആണ് ജിപാറ്റ് 2025 എക്സാം ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഓക്കെ, സോ അതിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ April 1 to 21 April, അതായത് April 1 മുതൽ 21 April വരെയാണ് അതിൻ്റെ വിൻഡോ അവർ തുറക്കുക. പിന്നെ റിസൾട്ട് വരിക June 25 കൂടിയിട്ട് റിസൾട്ട് വരും എന്നാണ് പറയുന്നത്. ഇപ്പം എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്രാവശ്യം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ അതിന് മുന്നത്തെ പ്രാവശ്യമൊക്കെ ജിപാറ്റ് എഴുതി ജിപാറ്റ് മുഖേന കോളേജിൽ കയറി വരും. ഞാൻ പറയുന്നത് കേരളത്തിലെ മെഡിക്കൽ കോളേജസ് അല്ല, അല്ലാണ്ട് കയറിയവർക്കൊന്നും സ്റ്റൈപ്പൻഡ് അവർ ഡിസ്പേഴ്സ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അത് നൈപ്പറിലോട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. കാരണം നൈപ്പറിൻ്റെ സ്റ്റൈപ്പൻഡ് തരുന്ന വേറെ മിനിസ്ട്രി ഓഫ് കെമിക്കൽ ആൻഡ് അഫയേഴ്സ് എന്ന് പറയുന്ന, മിനിസ്ട്രി ഓഫ് കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമാണ് ആ സ്റ്റൈപ്പൻഡ് തരുന്നത്. പക്ഷേ ഇവരാണ് സ്റ്റൈപ്പൻഡ് തരേണ്ടത്, ഐദർ IPA ഓർ റിലേറ്റഡ് കൺസേൺഡ് ഏജൻസീസ്. അപ്പോൾ ആ ഒരു വിഷയം അവിടെ ഉണ്ട്, അതായത് സ്റ്റൈപ്പൻഡ് കിട്ടുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് നൈപ്പർ എഴുതണം എന്നുണ്ടെങ്കിൽ ജിപാറ്റ് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ജിപാറ്റ് ക്രാക്ക് ചെയ്യണം. ജിപാറ്റ് ക്രാക്ക് ചെയ്താലേ നൈപ്പർ എഴുതാൻ പറ്റുള്ളൂ. നൈപ്പർ എഴുതിയാലാണ് നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുള്ളൂ. പിന്നെന്താണെന്ന് വെച്ചാൽ ആസ് വെൽ ആസ് നമുക്ക് നല്ലൊരു ജോലിയും കിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ക്യാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജിപാറ്റ് മാത്രം നോക്കിയിട്ട് ഒരു കോളേജിൽ ചേർന്ന് സ്റ്റൈപ്പൻഡ് കിട്ടില്ല എന്നുള്ള ആ ഒരു ഇത് വെച്ച് നിങ്ങൾ ജിപാറ്റ് എഴുതാണ്ട് നിൽക്കരുത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ നിങ്ങൾ ജിപാറ്റ് ക്വാളിഫൈ ചെയ്യുക, ഫോക്കസ് ഓൺ നൈപ്പർ. ടു ബി ഓണസ്റ്റ്, ഫോക്കസ് ഓൺ നൈപ്പർ. ആൻഡ് നല്ല നൈപ്പറിൽ, അതായത് നൈപ്പർ മൊഹാലി, ഹൈദരാബാദ് ഓർ അഹമ്മദാബാദ്,
ഈ ഒരു 3 നൈപ്പർ ഫോക്കസ് ചെയ്തിട്ട് അവിടെ എങ്ങനെയെങ്കിലും കയറി പറ്റാൻ നോക്കുക, ടു ബി ഓണസ്റ്റ്. കാരണം ഇപ്പോൾ ഫാർമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നല്ല ഡിമാൻഡിങ് ആണ്. നല്ല നല്ല കോളേജിൽ നിന്ന് മാത്രമേ അവർ കുട്ടികളെ എടുക്കുന്നുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു സാധാരണ കോളേജ്, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ആണെങ്കിൽ പോലും നിങ്ങളൊന്നും നിങ്ങൾക്കൊന്നും ആ ഒരു കമ്പനിയിലോട്ട് എത്തിപ്പെടാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു Tier 1 Tier 2 ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ് അവരുടെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് അവർ ഫോക്കസ് ചെയ്യുന്നത്. എല്ലാ മൾട്ടിനാഷണൽ കമ്പനീസും അങ്ങനെ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ വല്ല ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട് പോവുകയാണെങ്കിലും സാലറി വളരെ കുറവായിരിക്കും, നമുക്കൊരു റെപ്യൂട്ടേഷൻ കിട്ടില്ല. കാരണം ഇപ്പോൾ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനിയിലൊക്കെ എന്ന് പറയുമ്പോൾ ക്യാമ്പസ് ഹയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സ്റ്റാൻഡേർഡാണ്, ഒരു ബ്രാൻഡാണ്. ഇപ്പോൾ നൈപ്പർ എന്ന് വരുന്നൊരു കുട്ടി എന്ന് പറയുമ്പോൾ സോ യു ക്യാരി എ ബ്രാൻഡ്, റൈറ്റ്? സോ IITN, ഓക്കെ, NITN, നൈപ്പേറിയൻ. സോ ആ ഒരു ബ്രാൻഡ് വാല്യൂ ഇനീഷ്യൽ കരിയറിൽ അത് വളരെയധികം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്ക് ഇനീഷ്യൽ ഒരു പുഷ് കിട്ടണമെങ്കിൽ ഒരു നല്ലൊരു സാലറി ഹൈക്ക് അല്ലെങ്കിൽ നല്ലൊരു സാലറിയിലോട് കൂടിയിട്ടുള്ള ജോബൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു ബ്രാൻഡ് വാല്യൂ മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് നൈപ്പർ തന്നെ കിട്ടണമെന്ന് ഞാൻ പറയുന്നില്ല. അത് കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മണിപ്പാൽ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ JSS ട്രൈ ചെയ്യാം, ജാമിയ ഹംദർദ് ട്രൈ ചെയ്യാം. അവിടെയൊക്കെ പോയിട്ട് നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യാം, ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാം. എന്നിട്ട് ഫാർമ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിലൊക്കെ വന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ B.Pharm പഠിച്ചതും M.Pharm പഠിച്ചതൊക്കെ കംപ്ലീറ്റ് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഞാൻ പറയുന്നത് പേഴ്സണൽ ചോയ്സാണ്. ചിലർക്കിപ്പോൾ PhD ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, ചിലർക്ക് എന്താണ് പെട്ടെന്ന് എങ്ങനെയെങ്കിലും B.Pharm അങ്ങ് കഴിഞ്ഞിട്ട് M.Pharm വേണ്ട, അല്ലെങ്കിൽ M.Pharm കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു നോർമൽ കോളേജിൽ നിന്ന് M.Pharm ഒക്കെ ചെയ്തിട്ട് നേരെ ഗൾഫിൽ പോയിട്ട് അവിടെ ഫാർമസിസ്റ്റ് ആവും, അവിടെ പോയി ഡിസ്പെൻസിങ്. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ഇൻട്രസ്റ്റ്. ഓക്കെ, ഐ ആം നോട്ട് സേയിങ്. സോ ഇഫ് യു ഹാവ് എ ബെൻഡ് ടുവാർഡ്സ് റിസർച്ച്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, അതിനോടൊക്കെ ഒരു ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത്തരം ടോപ്പ് ടിയർ കോളേജസിൽ വന്ന് അഡ്മിഷൻ എടുക്കാം, അവിടെ പോയി പഠിക്കാം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു കരിയറിൻ്റെ ഗ്രാഫ് മേലെ പോവുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ നമ്മുടെ കംഫർട്ട് സോൺ നോക്കിയിട്ട് ഗവൺമെൻറ് കോളേജിൽ പഠിച്ചാലും നമുക്ക് ഇൻഡസ്ട്രിയിലോട്ടൊക്കെ സ്റ്റെപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്. ടു ബി ഓണസ്റ്റ്, ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയുകയാണ്. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ പുട്ട് യുവർ മാക്സിമം എഫേർട്ട് ആൻഡ് ട്രൈ ടു ഗെറ്റ് ദ ബെസ്റ്റ് റാങ്ക് ഇൻ GPAT ആസ് വെൽ ആസ് നൈപ്പർ. ഓക്കെ, GPATൽ നല്ല റാങ്ക് കിട്ടിയാലും കിട്ടുന്ന കോളേജസ് ഉണ്ട്. ഇപ്പം നമ്മുടെ പഞ്ചാബ് യൂണിവേഴ്സിറ്റി, പിന്നെ ഡിപ്സാർ പോലത്തെ കോളേജുകളൊക്കെ ഉണ്ട്. പിന്നെ IIT BHU കൺസിഡർ ചെയ്യും, പിന്നെ അവരുടേതായ എൻട്രൻസ് കൂടെ ഉണ്ട് തോന്നുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. GPATന് ഇപ്പോൾ സ്റ്റൈപ്പൻഡിൻ്റെ കാര്യത്തിൽ എന്താണ് ഒരു ഡൈലമ ഉണ്ട്, ചിലർക്കൊന്നും കിട്ടുന്നില്ല. അത് വെച്ചിട്ട് നിങ്ങൾ വിലയിരുത്തേണ്ട, നൈപ്പർ ഫോക്കസ് ചെയ്യുക. കാരണം GPAT മസ്റ്റാണ് ടു റൈറ്റ് നൈപ്പർ, അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ തേർഡ് ഇയറിലാണെങ്കിൽ നിങ്ങൾക്ക് തേർഡ് ഇയറിൽ GPAT എഴുതാം. ക്വാളിഫൈ ആണെങ്കിൽ പിന്നെ അടുത്ത കൊല്ലം ക്വാളിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ റാങ്ക് മെച്ചപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ പിന്നെ എഴുതേണ്ടി വരും. അപ്പോൾ നല്ല റാങ്ക് കിട്ടണമെങ്കിൽ തേർഡ് ഇയറിന് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, സോ ഇത്രയുള്ള ഒരു വീഡിയോയിൽ ഒരുപാട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് പുറത്തുനിന്ന്. സോ ദാറ്റ്സ് ഇറ്റ്. ഈ ഒരു കാര്യം മറക്കണ്ട. അപ്പം പഠിച്ചു തുടങ്ങിക്കോളാം. നമ്മുടെ ഭാവി നമ്മുടെ കയ്യിലാണ്. സോ ഡോണ്ട് ഗോ വിത്ത് ദ ഫ്ലോ, ഒന്ന് മാറി ചിന്തിക്കുക. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. See you in another video. Thanks for watching. Bye.